ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഒരു ഇലക്ട്രോണിക്സ് കടയിലെ ഫെബ്രുവരി മാസത്തെ സെയിൽ സമ്മറി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ നിന്നും സ്റ്റാർട്ട് ഡേറ്റ് എന്ന് കാണുന്ന ഈ ഒരു സെല്ലിൽ ഞാനിവിടെ 2/2/2023 എന്ന് ടൈപ്പ് ചെയ്തു. എൻഡ് ഡേറ്റ് എന്ന് കാണുന്ന ഈ ഒരു സ്ഥലത്ത് 5/2/2023 എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻ്റയർ വർക്ക്ഷീറ്റിലെ ഡാറ്റയിൽ ഫെബ്രുവരി 2-നും 5-നും ഇടയിൽ നടന്ന സെയിൽ ഡീറ്റെയിൽസ് എല്ലാം ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാം. സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ള ഈ ഒരു സെല്ലിൽ ഞാൻ 10/2/2023 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം എൻഡ് ഡേറ്റ് എന്ന് കാണുന്ന ഈ ഒരു സ്ഥലത്ത് 12/2/2023 എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡേറ്റുകൾക്കിടയിലുള്ള സെയിൽ സമ്മറിയുടെ സെല്ലുകൾ മാത്രം ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് വേണ്ട 2 സ്പെസിഫിക് ഡേറ്റുകൾക്കിടയിലുള്ള വാല്യൂസ് ഒരു പ്രത്യേക കളർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ള ഈ ഒരു സ്ഥലത്ത് ഞാനൊരു സാമ്പിൾ ഡേറ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. 23/2/2023 എന്ന് ടൈപ്പ് ചെയ്തു. എൻഡ് ഡേറ്റ് എന്ന് കാണുന്ന ഈ ഒരു സെല്ലിൽ 28/2/2023 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു സ്പെസിഫിക് സെല്ലുകൾ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന റോയ്ക്ക് നേരെയുള്ള ഈ ഒരു ഫസ്റ്റ് സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ആൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ലോജിക്കൽ 1 എന്നുള്ളത് ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു എൻ്റയർ വർക്ക്ഷീറ്റിലെ ആദ്യ സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കീബോർഡിൽ F4 എന്നുള്ള കീ ഞാൻ 3 പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ട്. നെൽ റെഫറൻസ് എന്നുള്ള ഈ ഒരു നമ്പറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു $സൈൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം ഗ്രേറ്റർ ദാൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ്. അതിനുവേണ്ടി സ്റ്റാർട്ട് ഡേറ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ല് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ F4 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം കോമ ലോജിക്കൽ 2 എന്നുള്ളതിന് ഡേറ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് സെല്ല് ഞാൻ ഒരിക്കൽ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കീബോർഡിൽ 3 പ്രാവശ്യം F4 എന്നുള്ളത് സെലക്ട് ചെയ്തു. സെൽ റെഫറൻസിലെ ആ ഒരു $സൈൻ ഇനേബിൾ ആയത് കാണാം. ശേഷം സ്മോളർ ദാൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് എൻഡ് ഡേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം വാല്യൂ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ F4 എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഫാൾസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആദ്യ സെല്ലിൽ 1/2/2023 എന്ന ഡേറ്റാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റ് ഫെബ്രുവരി 23-നും 28-നും ഇടയിലുള്ള ഡേറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് വാല്യൂ ഫാൾസ് എന്ന് കിട്ടിയത്. ഫാൾസ് എന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ കോർണറിൽ വന്നിട്ട് ഈ ഒരു ഫോർമുല താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ട്രൂ എന്നുള്ള ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സെല്ലിന് നേരെ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഡേറ്റ് 26 ഫെബ്രുവരി എന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു വാല്യൂ മാത്രം ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം ഫോർമുല എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് സെല്ല് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ശേഷം ഈ ഒരു ഫോർമുല ഞാൻ സെലക്ട് ചെയ്തു. കീബോർഡിൽ Ctrl+C എന്ന് ഉപയോഗിച്ച് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ശേഷം എൻ്റർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എൻ്റയർ വർക്ക്ഷീറ്റിലെ ഫസ്റ്റ് റോകളെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. ഏറ്റവും താഴെയുള്ള സെല്ലുകൾ വരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി Ctrl+Shift+Down ആരോ പ്രസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിലെ ന്യൂ റൂൾ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയതായി കാണാം. ഈ ഒരു വിൻഡോയിൽ യൂസ് ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. താഴെ ഫോർമാറ്റ് വാല്യൂസ് വേർ ദിസ് ഫോർമുല ഈസ് ട്രൂ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ കോപ്പി ചെയ്തിരിക്കുന്ന ആ ഒരു ഫോർമുല ഞാൻ Ctrl+V എന്നുപയോഗിച്ച് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫോർമാറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു.
ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഫിൽ എന്നുള്ള ഭാഗത്ത് ഞാൻ ഈ ഒരു ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്തു. ശേഷം ഫോണ്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് ഞാൻ വൈറ്റ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിൽ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള വിൻഡോയിലും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ആ ഒരു ഡേറ്റുകൾക്കിടയിലെ സെയിൽസ് സമ്മറി ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഈ ഒരു ഫോർമുല ഞാനിവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻറ്റയർ വർക്ക്ഷീറ്റ് വൈറ്റ് കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ള സ്ഥലത്ത് 22/2023 എന്നും എൻഡ് ഡേറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് 26/2/2023 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡേറ്റുകൾക്കിടയിലുള്ള സെയിൽസ് സമ്മറി ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്പെസിഫിക് സെല്ലുകൾ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.